മൈ ചാനൽ MV Vlogs ഗൈസ്. ഇന്ന് 28th ആയി. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. സോ ഇന്ന് ഒരു ശാന്തമായ ഒരു ദിവസം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വ്ളോഗ് എടുക്കാമെന്ന്. ഇന്ന് ഞാൻ ഇപ്പോൾ ക്ഷേത്രേൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കുറച്ച് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. അതായത് ഞാൻ കൊറോണ സമയത്ത് ഓൺലൈൻ സെഷൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓൺലൈനിൽ നേരിട്ട് ഞങ്ങൾ കണ്ടത് എനിക്ക് തോന്നുന്നു ആ കൊറോണ കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടത്. അതും എനിക്ക് തോന്നുന്നു ഭയങ്കര 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പക്ഷെ വർഷങ്ങളായിട്ട്, ഇപ്പൊ കൊറോണ കഴിഞ്ഞിട്ട് 4-5 വർഷമായല്ലോ, റെഗുലർ ആയിട്ട് എൻ്റെ സ്റ്റുഡൻസ്, ഇപ്പൊ ഞാൻ UK പോയിട്ടും എൻ്റെ പിന്നാലെ നടന്ന് നിങ്ങൾ ക്ലാസ് നിർത്തരുത്, എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ അവിടെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ക്ലാസ് മാത്രം, അതായത് നാട്ടിലത്തെ ഈ സെഷൻ മാത്രം ഞാൻ ക്യാൻസൽ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും അത് കൊണ്ടുപോകുന്നുണ്ട്. സോ അവരെ കാണാനാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. സോ ആരതി ചേച്ചി ഉണ്ട്. ആരതി ചേച്ചി അയർലാൻഡിലാണ്. അയ്യോ, എനിക്ക് അയർലാൻഡും ഐസ്ലാൻഡും സ്വിറ്റ്സർലൻഡൊക്കെ മാറിപ്പോകും. അപ്പോൾ അയർലാൻഡ് ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അയർലാൻഡിലാണ്. പക്ഷെ ചേച്ചി കഴിഞ്ഞ വീക്ക് എറണാകുളം വന്നപ്പോൾ, എറണാകുളം അല്ല കേട്ടോ, അവരുടെ സ്ഥലം അങ്ങ് ദൂരെയാണ്. പക്ഷെ എറണാകുളം വന്നപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാൻ വിചാരിച്ചു. സോ ആരതി ചേച്ചി ഉണ്ട്, പിന്നെ അപർണ ചേച്ചി ഉണ്ട്. അപർണ ചേച്ചി കൊല്ലത്തുനിന്നാണ് വരുന്നത്. അപ്പം ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അവർ 2 പേരും ഞാൻ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടി വിജിത ചേച്ചി മൊത്തത്തിൽ വെള്ളി നക്ഷത്രമാണല്ലോ ഇന്ന്. അപ്പൊ വിജിത ചേച്ചീൻ്റെ അടുത്ത് പോകും. വിജിത ചേച്ചിക്ക് ഇന്ന് ഓഫ് കിട്ടിയില്ല. അപ്പം നമ്മൾ തൃപ്പൂണിത്തറ ചേച്ചി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചേച്ചിക്ക് ബ്രേക്ക് ടൈം ഉണ്ട്. 1:15 തൊട്ട് 2 മണി വരെ ചേച്ചിക്ക് ലഞ്ച് ബ്രേക്കാണ്. ആ സമയത്ത് നമ്മൾ വിജയിച്ചിനെ മീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ. പിന്നെ രാത്രി നമ്മൾ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം വ്ളോഗ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇവരെല്ലാവരും നിങ്ങൾക്കും ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് വിചാരിച്ചു. സോ എത്താനായി എന്നാണ് പറയുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് എന്ത് ചൂടാന്നറിയോ? കുറച്ച് ചൂട് കൊള്ളണം എന്ന ആഗ്രഹമായിട്ട് UK നമ്മൾ ഇവിടെ എത്തി. പക്ഷേ ഗൈസ്, ഗംഭീര ചൂട്. അതായത് ഈശ്വര, പോലീസാണല്ലോ. ഞാൻ പാർക്ക് ചെയ്തില്ലേ? ഓക്കെ, പകുതി റോഡിലാണ് നിൽക്കണതാ. ഓക്കെ, സോ ഇവിടത്തെ ചൂട് രക്ഷയില്ലേട്ടാ. നമ്മള് വരുമ്പോ നമ്മൾ വിചാരിച്ചത്, അതായത് അവിടുന്ന് തണുപ്പത്ത് വരികയല്ല, കുറച്ച് ചൂടൊക്കെ കൊണ്ട് കുറച്ച് ആർമാദിക്കണമെന്ന്. എവിടെ, എനിക്ക് വയ്യാണ്ടായി. 2ാമത്തെ ദിവസം തൊട്ടിട്ടേ ഐ ആം ദ ഡെഡ് ഓഫ് ദ ഡേ. സോ ഭയങ്കര ചൂടാണ്. അതും കൂടി പറയാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയുള്ളൂ ഗൈസ്. അതിൻ്റെ ഒരു കോട്ടം പറ്റിയിട്ടുണ്ട് എനിക്ക്. ഇന്നലെ തൊട്ടിട്ടേ ഒരു എന്താ പറയുക, ഞാനൊന്ന് അടിഞ്ഞു. ഇതുവരെ ഹൈയിലായിരുന്നു, എൻ്റെ എനർജിയൊക്കെ ഇവിടെ നിൽക്കായിരുന്നു. പക്ഷെ അതൊക്കെ ഇങ്ങനെ അടിഞ്ഞ് ഏകദേശം ഇങ്ങനെ അടിഞ്ഞെത്തി. കാരണം ഇനി പോവാനായല്ലോ. ഇനി ബാക്ക് ടു എനിക്ക് ആലോചിക്കാൻ വയ്യേ, ആ ഒരു അവസ്ഥയിലാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പോയല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനർജിയൊക്കെ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. സാരില്ല, നമുക്ക് പോവാം അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം അവരെ മീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ. ഗൈസ് വരുന്നുണ്ട് 2 കിളി. ഹലോ 2 കിളിമാറി ആൾക്കാര്. അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ? യൂബർ ബുക്ക് ചെയ്തിട്ടില്ല, 1 മണിക്ക് മറ്റാളുടെ അടുത്ത് എത്തണ്ട്. അങ്ങനെ 3ാമത്തെ ആള് വിജയിച്ചതാ മന്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും വിശദമായി വ്ളോഗിൽ കാണിക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിജയിച്ചിക്ക് ഓഫ് കിട്ടിയില്ല. ആ ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ 30-45 മിനിറ്റ്സ് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഞങ്ങളുടെ സംസാരം തന്നെ തീർക്കാൻ ഒരു സമയം ഉണ്ടായിരുന്നില്ല. എനിവേസ്, ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാണ്ട്. ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ട്. ഇപ്പം എനിക്ക് സ്റ്റുഡൻസ് എന്നല്ലാതെ എനിക്ക് എന്തോ ഒരു ആത്മബന്ധം ഇവരായിട്ട് വന്നിട്ടുണ്ട്. സോ ഇവരൊക്കെ എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട് ഇവർക്ക് കേട്ടോ. അപ്പോൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ഒരു മസാല ദോശയൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വിജയിച്ചിനെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയത്. എനിവേസ്, നല്ലൊരു സമയമായിരുന്നു.
കിട്ടിയ സമയം ഞങ്ങൾ എല്ലാവരും സന്തോഷപൂർവ്വം എന്താ പറയുക കഥകളൊക്കെ പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു പോയി എന്നല്ല, ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു. ഈ കിട്ടിയ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ മൊത്തത്തിൽ അവിടെ അടിച്ചുപൊളിയായിരുന്നു. ആദ്യം വിച്ചേച്ചിന്റെ അടുത്ത് പോയി ഞങ്ങൾ മസാല ദോശയുടെ വീഡിയോ മാത്രം ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അവിടെ അനങ്ങാതെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഭയങ്കര നടക്കാരിയാന്നൊക്കെ. ഓക്കെ, അപ്പൊ ഞങ്ങള് മസാല ദോശ കഴിച്ച് വിച്ചേച്ചിന്റെ ബ്രേക്ക് ടൈമിനാണ് നമ്മൾ മീറ്റ് ചെയ്തത്. അതുകൊണ്ട് വിച്ചേച്ചിനെ നമുക്ക് പെട്ടെന്ന് ടാറ്റ പറയേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് കാക്കനാട് തന്നെ ഒന്ന് സൂഡിയോയില് കയറി ഡ്രസ്സുകൾ എടുത്തോ, ഒന്ന് കുറച്ച് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു. അവസാനം ഞാൻ ഇവർക്ക് ഞങ്ങളുടെ കാക്കനാടിലുള്ള ടെൻഡർ കോക്കനട്ട് ഷേക്കും ഒപ്പിച്ചു. പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ടെൻഡർ ഷേക്ക് അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ടെൻഡർ ഷേക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഇവര് അതെ, ഇതുവരെ ഓൺലൈൻ മീറ്റിംഗ്സ് ഉണ്ടായിട്ടുള്ളൂ. 5 വർഷമായിട്ട് നമ്മള് ഓൺലൈനില് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്, ഓരോ വിടാതെ പിന്തുടരുന്നുണ്ട്. അപ്പൊ ഇന്നാണ് നമ്മൾ മീറ്റ് ചെയ്ത്. എന്തായാലും ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ എല്ലാരും. അവരുടെ ചേച്ചീനെ ഞാൻ കണ്ടിട്ടുണ്ട്, ക്ഷേത്രന്റെ ആനുവൽ ഡേക്ക് ആയിരുന്നു ചേച്ചിനെ കണ്ടിട്ടുണ്ട്. ചേച്ചീനെ ഞാന് കാക്കനാടാണെങ്കിലും ഓൺലൈൻ കഴിഞ്ഞ ഒരു 2-3 വർഷം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോണതിന്റെ മുന്നെയാണ് മീറ്റ് ചെയ്തത്. അപ്പൊ എന്തായാലും അടിപൊളിയായി. ഇനി അടുത്ത മീറ്റപ്പിൽ നമുക്ക് കാണാം അല്ലേ? എന്റെ പ്രേക്ഷകരോട് ബൈ പറയും. എല്ലാവരും മറ്റേ ടീച്ചർ സ്റ്റുഡൻസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് പിന്നെയും കാണാം. ബൈ. ഇങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ എൻഡ് ചെയ്യാൻ പോകുന്നത് ഇന്നല്ലേ റിലീസായ ആട് ജീവിതം കാണാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ ഇത്തിരി ആട്ടുകുട്ടികൾ ഞങ്ങൾ കാണാൻ പോവാണ്. ആട് ജീവിതം അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ട് അതിൻ്റെ സംഭവങ്ങൾ കേട്ട് ഇന്ന് ഇവിടുന്ന് കാണാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാം. അമ്മ എന്തിനാ എത്തി നോക്കണേ? ഇതാണ് ഒരാട്, ഇതടുത്ത ആട്, 2 ആടുകൾ. ഒരാട് കാർ പാർക്ക് ചെയ്ത് വരും, പിന്നെ 2 ആടുകൾ. എനിവേസ് നമുക്ക് പോയിട്ട് ഇപ്പം ഞങ്ങൾ 9:15 സിനിമയ്ക്കാട്ടോ പോണേ. അപ്പോൾ ആടുജീവിതം ശരിക്കും ഞങ്ങൾ റിലീസ് ഈ മാസം 28-ാം തീയതി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു UK കാണേണ്ടി വരുന്നു. അപ്പോൾ എനിവേസ് നമുക്ക് ആടുജീവിതം കണ്ടിട്ട് കാണാം. അങ്ങനെ ആടുജീവിതം കാണാൻ പോയി. അടിപൊളി മൂവിയായിരുന്നു. ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത്, എല്ലാ വീഡിയോയും അവസാനം എൻഡിങ് ഇല്ല. അവസാനം ആകുമ്പോഴേക്ക് എൻ്റെ കിളി മാറിയിട്ടാണെന്ന് തോന്നുന്നു എൻഡിങ് എടുക്കാൻ എല്ലാ വീഡിയോയിലും മറന്നു പോയിട്ടുണ്ട്. എനിവേസ് സാരമില്ല, ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. എൻ്റെ പിള്ളേരെയൊക്കെ കണ്ട്, പിള്ളേരെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കാട്ടിലും മൂത്ത ചേച്ചിമാരാണ്, എന്നാലും അവരൊക്കെ കണ്ട് ആടുജീവിതമൊക്കെ കണ്ട് ഒരു അടിപൊളി ഡേ ആയിരുന്നു. എനിവേസ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.